അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 161 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻവറൂൻ. ഖാലിദീന ഫീഹ. ഖ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക കേട്ടോ. നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫീഹ ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. യാമദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. ഹാഇൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലാ യുഖഫഫു അൻഹും. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖ ഇസ്തിഅലാൻ്റെ ലെറ്റർ ആണല്ലോ, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. യുഖഫഫു ഖ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക, ഖ എന്നായി പോവരുത് കേട്ടോ. യുഖഫഫു അൻഹും. ഫാക്ക് ശബ്ദ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിച്ചിട്ട് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അൻഹുമുൽ അദാബ്. അതിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. വസത്തുൽ ഹൽക്കാണ് മഖ്റജ്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ ക്ലിയർ ആക്കിക്കൊണ്ട് ഉച്ചരിക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇവഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതി കൊടുക്കുക കേട്ടോ. അൻഹുമുൽ അദാബു വലാ ഹും യുൻവറൂൻ. ലാം ഖൽഖല ലെറ്ററിലാത്തുകൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കുക. അയിനിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ സൗണ്ടിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക കേട്ടോ. വലാ ഹും യുൻവറൂൻ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ ഒന്ന് സർക്കിൾ ചെയ്തിട്ട് പിടിക്കാൻ ശ്രദ്ധിക്കുക. മീം സാക്കിനയ്ക്ക് ശേഷം ബാഉം മീമും അല്ലാത്ത ഏതക്ഷരം വന്നാലും നമ്മൾ മീം സാക്കിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. ഇവഹാർ ഷഫവിയാണ് വരുന്നത്, മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇവഹാർ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള വോ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കാതെ ഹൈഡ് ചെയ്യുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ മണിക്കുകയും ചെയ്യുക കേട്ടോ. യുൻവറൂൻ. റ വമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഇനി മദ് ആദ് സുക്കൂൻ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വഇലാഹുകും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. വഇലാഹുകും. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാൻ ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് സ്വായിറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇലാഹും വാഹിദ്. ലാമിൻ്റെ കൂടെ ഇവിടെയും മദ് അലിഫ് സ്വായിറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. ഹാക്ക് വൊമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബൗന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിലുള്ള നൂനിനെ വാവിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇലാഹും വാഹിദ് അതുപോലെ ഓതി കൊടുക്കുക. വാവിൻ്റെ കൂടെ അലിഫ് സ്വായിറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഹ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക, ഹ എന്നായി പോവരുത്. വാഹിദ്. ഇവിടെ വഖഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്, ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളിവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ദാല് ഖൽഖല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. ലാ ഇലാഹ ഇല്ലാഹു. ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ് ജായിസ് മുൻഫസിൽ 2, 4 കൗണ്ട് നീട്ടി പാരായണം ചെയ്യുക കേട്ടോ. ലാമിൻ്റെ കൂടെ അലിഫ് സ്വായിറയാണ് വന്നിട്ടുള്ളത്, അവിടെ നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇല്ലാഹു റഹ്മാനുർ റഹീം. ലാമിന് ശബ്ദ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാതെ ഓതി കൊടുക്കണം. ഇല്ലാന്ന് ഓതിപ്പോവരുത്. ഇല്ലാ. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹുവർ റഹ്മാനുർ റഹീം.
ഹ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. അക്സൽ ഹൽക്കാണ് മഖ്റജ്, തൊണ്ടയുടെ അവസാന ഭാഗം, തൊണ്ടക്കുഴി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഭാഗത്തു നിന്നാണ് ഹ പുറപ്പെടുന്നത്. അതിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാൻ ചാൻസ് ഉള്ള ഒരക്ഷരം കൂടിയാണ്, അപ്പോൾ ശ്രദ്ധിക്കുക. ആ നായി പോവരുത്, ഉവാന്ന് ഓതിപ്പോവരുത്. ഹുവ ഹുവ റഹ്മാനുർ റഹീം. റോ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ശ്രദ്ധ വന്നിട്ടുണ്ട്, രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ഹ സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. റഹ്മാനു റഹ്മാനു എന്ന് ഓതരുത് കേട്ടോ. ഹുവർ റഹ്മാനുർ റഹീം. മീമിൻ്റെ കൂടെ അലിഫ് സൊയറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. റോക്ക് ശ്രദ്ധ വന്നു, രണ്ടക്ഷരം ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, മണിക്കരുത്. ഫതഹ വന്നതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. റാ നായി പോവാതെ നോക്കുക. ഹ സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, തൊണ്ടയുടെ മധ്യഭാഗമാണ്. അയിനിൻ്റെ അതേ മഖ്റജ് തന്നെയാണ്, സൗണ്ടിൽ വ്യത്യാസം കൊണ്ടുവരിക കേട്ടോ. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. അവസാനത്തിൽ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.